ഹായ് ഓൾ. സോ വെൽക്കം ടു അനദർ വ്ളോഗ്. ഈദ് വ്ളോഗാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഈദിൻ്റെ തലേ ദിവസം തൊട്ടിട്ട് ഈദ് എങ്ങനെ പോയി എന്നുള്ള ഒരു 2 ഡേ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് വ്ളോഗാണ് ഇന്നത്തെ. ഇപ്രാവശ്യത്തെ ഈദ് അത്ര ഭയങ്കര സെലിബ്രേഷൻ ഒന്നും ആയിരുന്നില്ല. മെയിൻലി നാട്ടിൽ എൻ്റെ ഹസ്ബൻഡാണെങ്കിലും പിന്നെ എൻ്റെ ബ്രദർ, സിസ്റ്ററിൻ്റെ ഫാമിലി, അതുപോലെ തന്നെ എൻ്റെ സിസ്റ്റർ ഇൻ ലോ, മീൻസ് ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ, ലൈക്ക് അവൾ ആൻഡ് ബ്രദർ ഇൻ ലോ, അവരുടെ ഫാമിലി, അങ്ങനെ ആരും നാട്ടിലൊന്നുമില്ല. സോ ഒരു യൂഷ്വൽ നമ്മൾ ഈദാവുമ്പോൾ നമ്മുടെ ഒരു ഡെയിലി റൂട്ടീൻ എന്ന് പറയാം, അതാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈദിൻ്റെ തലേ ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ഡെസേർട്ട് മേക്കിംഗ് ആണ്. ബിക്കോസ് പുഡിങ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്തവണ ഞാൻ ട്രസ്ലെഷ്യസ് മിൽക്ക് കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അത് സോക്കാവണം. അപ്പോൾ അത് കുറച്ച് ഹവേഴ്സ് ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റാവണമല്ലോ. സോ അങ്ങനെ. അപ്പോൾ ഞാൻ തലേന്ന് ഞാൻ ഈവനിങ് തന്നെ പരിപാടി തുടങ്ങി. ആഫ്റ്റർ മഗ്രിബ് ഞാൻ എൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി. ഞാൻ ഉണ്ടാക്കുന്ന ബേസിക് സ്പഞ്ചിൻ്റെ ഒരു റെസിപ്പിയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഫസ്റ്റ് എഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ആക്കി വെക്കുക. 4 eggs ആണ് എടുക്കുന്നത്. അത്യാവശ്യം സൈസുള്ള എഗ്ഗ് നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അത് എഗ്ഗിൻ്റെ വൈറ്റ് ആദ്യം ബീറ്റ് ചെയ്യുക. ഒരു 1 minute ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. പിന്നെ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടിയിട്ട് കുറച്ച് നേരം കൂടെ ബീറ്റ് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഷുഗർ 1 കപ്പ് ആവശ്യമില്ല, ഒരു 1/4 കപ്പോളം ഷുഗർ എടുത്താൽ മതി. അത് തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ ഒരു 1/4 കപ്പോളം ഷുഗർ നമ്മൾ കുറച്ച് ഇട്ടിട്ട് അതിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഗ് യോക്ക് മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 4 egg അല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2/2 ആയിട്ട് ആഡ് ചെയ്യുക. ആദ്യം 2 eggsൻ്റെ യോക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്യുക. പിന്നെ അടുത്ത 2 എഗ്ഗിൻ്റെ യോക്കും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യുക. എഗ് യോക്ക് നല്ലോണം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓയിൽ ഒഴിക്കണം. അപ്പോൾ നമുക്ക് 1/2 കപ്പ് ഓഫ് ഓയിലാണ് ഈ കേക്കിനിപ്പോൾ ആവശ്യമുള്ളത്. സോ അത് 1/2 ആയിട്ട് ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഓയിൽ നല്ലോണം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മിക്സ്ചറിലോട്ട് ബീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വെറ്റ് മിക്സ്ചർ അവിടെ റെഡിയാണ്. ഇനി ഇതിലോട്ട് ഡ്രൈ മിക്സ്ചർ ആഡ് ചെയ്യണം. അപ്പോൾ ഡ്രൈ മിക്സ്ചർ ഞാൻ ആദ്യം തന്നെ ഒരു പ്ലേറ്റിൽ 2 തവണ അരിച്ച് സെറ്റാക്കി വെച്ചതാണ്. അതിൽ 1 കപ്പ് ഓഫ് ഫ്ലോറും, അതായത് മൈദ, പ്ലസ് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് രണ്ടും കൂടെ 2 തവണ നമ്മളിങ്ങനെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അത് ഇങ്ങനെ കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ സ്പാച്ചുല മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പാനിക്കായിട്ട് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. അങ്ങനെ ചെയ്യുന്നതിന് പകരം സ്പാച്ചുല വെച്ചിട്ട് ഒരു ഡയറക്ഷനിൽ മാത്രം ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കേക്ക് സെറ്റാക്കണം. പിന്നെ അതിലോട്ട് ഈ മിക്സറിലോട്ട് ഉപ്പും ഒരു പിഞ്ച് ഓഫ് സോൾട്ടും കൂടെ ആഡ് ചെയ്യണം. ആൻഡ് 1 ടീസ്പൂൺ ഓഫ് വനില എക്സ്ട്രാക്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് വേണം ആ മിക്സ്ചർ നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. ഞാൻ സ്റ്റൗ ടോപ്പിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു കുക്കറിലോട്ട് കേക്ക് ടിന്ന് ഇറക്കി വെച്ചിട്ട് അങ്ങനെ. അപ്പോൾ കുക്കർ മൂടി വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഓയിൽ തടവിയിട്ടുള്ള ടിന്നിലോട്ട് നമ്മുടെ മിക്സ്ചർ ആഡ് ചെയ്തിട്ട് കേക്ക് ബാറ്റർ ആഡ് ചെയ്തിട്ട് വേവിക്കാൻ വെക്കുക. ഒരു 20 to 30 minutes ആണ് അത് ബേക്ക് ആവാനായിട്ട് എടുക്കുക. എൻ്റെ ഇടയിൽ ജസ്റ്റ് നമ്മൾ പൊന്തി വന്നിട്ടില്ല എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് തുറന്ന് നോക്കുക. ലൈക്ക് 20 minutes ആയിട്ട് തുറന്നാൽ മതി. പൊന്തിയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ വെക്കുക. അങ്ങനെ സെയിം പാറ്റേണിൽ ഞാൻ അടുത്ത ബാറ്ററും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 കേക്കും ബേക്ക് ചെയ്തെടുത്തു. മിൽക്ക് മിക്സ്ചർ റെഡിയാക്കി വെച്ചു. എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നിങ്ങൾ ഈ വിപ്പിങ് കാണുന്നത്. വിപ്പിങ് ഞാൻ രാവിലെ എണീറ്റിട്ടാണ് ക്രീം വിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് മോളുടെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ
അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ റെഡി ആവാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡി ആവാൻ ഞാൻ എൻ്റെ ബേസിക് സ്കിൻ കെയർ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് എൻ്റെ അണ്ടർ ഐ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ സെറം അപ്ലൈ ചെയ്തു. ആൻഡ് ദെൻ ഡവിൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ഇട്ടു. ആഫ്റ്റർ ദാറ്റ് ടേർട്ടർ ഫൗണ്ടേഷൻ, എൻ്റെ ഷെയ്ഡ് 23N സാൻഡാണ്. അതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, റിവ്യൂ. സോ അതും അപ്ലൈ ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാനൊരു ഐലൈനർ ഇട്ടു ആൻഡ് മസ്കാരയും ചെയ്തു. പിന്നെ ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് മേക്കപ്പ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ മോളെ ഒന്ന് ജസ്റ്റ് റെഡിയാക്കി എടുത്തു. ആ തലയിൽ കുത്തുന്ന ക്ലിപ്പൊക്കെ വെറുതെയാണ് കേട്ടോ, ജസ്റ്റ് ഒരു ഷോക്ക്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും അങ്ങനെയൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പുറത്തിറങ്ങി. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി. സോ എല്ലാവരെയും കണ്ട് എല്ലാവരുടെയും അടുത്ത് ഇതും വറക്കൊക്കെ പറഞ്ഞ് കുറച്ച് സമയം അവരുടെ കൂടെ സംസാരിച്ചൊക്കെ ഇരുന്ന് സ്പെൻഡ് ചെയ്തു. പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്ക് എമ്മ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ആൻഡ് അത് കഴിഞ്ഞ് ഡെസേർട്ടൊക്കെ കഴിച്ചു. ഒന്ന് നല്ലോണം ഉറങ്ങി എണീറ്റപ്പോഴേക്ക് എൻ്റെ പാരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോന്നു. ആൻഡ് ഇവിടുത്തെ ഇത് യാത്രയൊക്കെ തന്നെ ഉള്ളതായിരുന്നു. എൻ്റെ സിമ്പിൾ ഇതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.